മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷിയാസ്, അപകടം സംഭവിച്ചു. നമ്മൾ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമുണ്ടായി. അവിടെയാണ് MLAക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരോഗ്യ സ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട്. പക്ഷേ നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമായി ഇത് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ. ഒരു ആൾക്കൂട്ടം ഒരു 100 പേരിൽ കൂടുതൽ കൂടിയാൽ പോലും അവിടെ ഉണ്ടാകേണ്ട സുരക്ഷ സംബന്ധിച്ച് അത് വളരെ ഗൗരവത്തോടു കൂടി കാലഘട്ടം മാറുന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തതിൻ്റെ ഇരയാണെന്ന് ഉമാ തോമസ് GCDയുടെ പ്രതികരണങ്ങൾ GCDയുടെ കേട്ടല്ലോ. അവിടെ ചെയർമാൻ ചന്ദ്രൻപിള്ള പല ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പോലും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ വിളിക്കുമ്പോൾ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ കൈമലർത്തുന്നു, GCDയെ പാതി വഴിക്കിട്ട് പോകുന്നു, എല്ലാം സംഘാടകരുടെ മുകളിലേക്ക് വയ്ക്കുകയാണ്. ഗുരുതരമായ സുരക്ഷാ പിഴവ്. ഇതിന്റെ ഉത്തരവാദി ശരിക്കും ആരാണ്? പ്രാഥമിക നിരീക്ഷണങ്ങളിലൂടെ പോകുമ്പോൾ തോന്നുന്നത് ശ്രീ മുഹമ്മദ് ഷിയാസ്. എത്രയും പെട്ടെന്ന് ഉമാ തോമസിന് പ്രവർത്തന പദത്തിലേക്ക് വളരെ സജീവമായി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനും കഴിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും. ഇവിടെ സംഭവിച്ചത് സംഘാടകരുടെ, ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്ത GCDയുടെ, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും അനാസ്ഥയാണ്. ഞാൻ ഇന്ന് ഈ ചാനൽ ചർച്ചയ്ക്ക് മുമ്പ് ഈ സംഭവ സ്ഥലം ഇന്ന് പോയി കാണുകയുണ്ടായി. എത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അവിടെ ഉണ്ടായത്. അവിടെ ബാരിക്കേഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായില്ല. ഹാൻഡ് റെയിൽ, സ്റ്റേഡിയത്തിൻ്റെ ഹാൻഡ് റെയിലിൽ വെച്ചിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇട്ടിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്താണ് കസേര കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം തീരുന്ന എൻഡിൽ തന്നെ. അപ്പോൾ ഒരാൾക്ക് വന്ന് ഇരിക്കാൻ കഴിയാവുന്ന അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. ആ കാല് വയ്ക്കാനും ഒന്ന് ചരിഞ്ഞിരിക്കാനും മാത്രമുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ ഒരു ലെയർ കസേര കൂടി ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് വന്ന് കാണുന്ന ആർക്കും മനസ്സിലാകും. കാരണം നമ്മളൊന്ന് ബാലൻസ് തെറ്റിയാൽ താഴേക്ക് വീഴുമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ 10-12,000 ആളുകൾ കൂടുന്ന ഒരു വലിയ പരിപാടി, വിശിഷ്ട വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നത്, ഒന്ന് മന്ത്രി സജി ചെറിയാൻ, MLAമാർ, MP മാർ, അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ, ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അത്ര ഉയർന്ന റാങ്കിലുള്ള അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജ് ഇത്തരത്തിൽ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇത് നിർമ്മിക്കാനും അപകടം ക്ഷണിച്ചു വരുത്താനും കഴിയുന്നതാണ് എന്ന് അവിടെ ഇരിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. പക്ഷെ ആരും അത് തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതിനെല്ലാം അനുമതി കൊടുക്കേണ്ട ആളുകൾ മാത്രമല്ല മുഹമ്മദ് ഷിയാസ് മാസങ്ങൾക്ക് മുൻപേ വന്നതാണ്. അതായത് ആ അറിയിപ്പ് പ്രകാരം പ്രിയപ്പെട്ടവരെ, കേരളക്കര കാത്തിരിക്കുന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റ് മൃദംഗനാഥൻ 2024 തീയതി ഗിന്നസ് അധികാരികളിൽ നിന്നും ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നവരും സന്തോഷം അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഈ അറിയിപ്പ് മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അപ്പോൾ ഈ മാസങ്ങൾക്ക് മുൻപേ വരുന്ന ഒരു പരിപാടി അറിയിക്കുന്ന ഒരു പരിപാടി സംബന്ധിച്ച് നമുക്കിവിടെ എത്രയോ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ GCDയുടെ ഇടപെടലിനെ ദുരൂഹമായി കാണേണ്ടത്. ഈ സംഭവത്തിൽ ഈ മൃദംഗ വിഷൻ എന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. കാരണം ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. ഒരു 12,000 ആളുകൾ അവിടെ പങ്കെടുത്തു. ആ നൃത്തത്തിന് വേണ്ടി വന്ന കലാകാരികൾ, അവരിൽ നിന്ന് 3,500 വെച്ച് പിരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നോക്കണം, 3,500 വെച്ച് 12,000 ആളുകളിൽ നിന്ന് പിടിച്ചാലുണ്ടാകുന്ന തുക 4 കോടി സംതിങ് ആണ്. പിന്നീട് കാഴ്ചക്കാരായി വന്ന ആളുകളുടെ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പിന്നെ സ്പോൺസേഴ്സ് ഉണ്ട്, പ്രത്യേക പരിപാടിക്ക് വസ്ത്രമടക്കം സ്പോൺസർ ചെയ്തിരുന്ന പരിപാടികൾ. അപ്പോൾ വലിയൊരു പണമൊഴുക്കാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെയാണ് GCDയെ ഈ സംഭവം നടന്നിട്ടും കാഴ്ചക്കാരായി ഇരുന്ന് രസിക്കുകയായിരുന്നു ഈ ചെയർമാൻ അടക്കമുള്ളവർ. അപ്പോൾ ഗുരുതരമായി എവിടെയോ സംഭവങ്ങൾ സ്മെല്ല് ചെയ്യുന്നുണ്ട്, ദുരൂഹത സ്മെല്ല് ചെയ്യുന്നുണ്ട് ശ്രീ ഷിയാസ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് GCDA ചെയർമാനും സിറ്റി പോലീസ് കമ്മീഷണറും ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ്. അപ്പോൾ ഈ മൃദംഗ വിഷന്റെ ഉദ്ദേശം എന്താണ്? അവർക്കൊന്ന് പ്രശസ്തി, ഗിന്നസ് റെക്കോർഡ് നേടുക, 2 പണം, അവരുടെ മോട്ടീവ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ മോട്ടീവ് ലക്ഷ്യം വച്ചിട്ട് വന്ന ആളുകൾ ഈ സ്റ്റേജ് നിർമ്മിച്ചത് കണ്ടപ്പോൾ ഇവരുടെ ഉദ്ദേശം ഇത് മാത്രമുള്ളൂ. വന്നിരിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു വലിയ സ്റ്റേജോ ഒന്നുമല്ല അവിടെ ഇട്ടത്. ഒരു തട്ടിപ്പ് പരിപാടി എന്നുള്ള രീതിയിലാണ്.
അതിന് അനുമതി കൊടുത്ത ഈ GCDA ചെയർമാൻ, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായും ഈ കിട്ടുന്ന പണത്തിൻ്റെ ഒക്കെ ഈ പറയുന്നത് പോലെ അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന തരത്തിലേക്ക് ഈ സംഘാടകർക്ക് മാറാൻ കഴിഞ്ഞതാണ്. ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി ഇവരുടെ പ്രസൻസിൽ ഈ അപകടം ക്ഷണിച്ച് വരുത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രതികരണം കൂടി വരുന്നുണ്ട്. ഞാൻ ആ പ്രതികരണം കേൾപ്പിച്ച ശേഷം അങ്ങയിലേക്ക് എത്താം. ഉമാ തോമസിന് അപകടമുണ്ടായതിന് പിന്നാലെ 8 മിനിറ്റ് കൊണ്ട് വേദിയിലെ പരിപാടികൾ അവസാനിപ്പിച്ചു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. അപകടം നടന്ന സമയത്ത് ഇത്ര വലിയ അപകടമാണ് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞില്ല. തന്നെ കണ്ട് ഉമാ തോമസ് അഭിവാദ്യം ചെയ്തു, പിന്നാലെ താഴേക്ക് വീഴുകയായിരുന്നു. സങ്കടകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുന്നു. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ കാണുന്നത് MLA കയറി വന്ന് ഇരുന്നെന്നാണ് പിന്നെ മനസ്സിലാക്കിയത്. പിന്നെ എഴുന്നേറ്റ് ഞാൻ കാണുമ്പോൾ ഇങ്ങോട്ട് കൈ കാണിച്ച് ചിരിക്കുന്ന ഭാഗം കാണുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജിൻ്റെ അറ്റത്തോട്ട് നീങ്ങുന്ന കാണിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബാരിക്കേഡല്ല, ഒരു റിബൺ വെച്ചുള്ള ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അടുപ്പിച്ചു. അത് ഏത് സമയത്തും അത് സുരക്ഷിതമല്ലാത്തൊരു സംഗതിയാണ്. പിന്നെ കണ്ണ് ഇങ്ങനെ നോക്കുകയും അതുമായിട്ടങ്ങ് പുറകോട്ടങ്ങ് മറിയുക. അപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നേരെ തലയുടെ പുറവശം വന്ന് അടിക്കുന്നു. അപ്പം അത് പിന്നെ ഈ സുരക്ഷാ വീഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ബാരിക്കേഡ് കെട്ടാഞ്ഞതെന്ന് പറയുന്നതാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഉറപ്പുള്ള തരത്തിൽ സ്റ്റേജ് കെട്ടേണ്ടതായിരുന്നു. അത് ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംശയം. അതുവരെ പോലീസ് ഇപ്പം അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അന്വേഷണം നടക്കുകയാണല്ലോ. കാരണം അത്രയും ഹൈറ്റിൽ ഒരു 15 അടിയോളം നീളത്തിൽ VIP ഇരിക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായി ആകേണ്ടതായിരുന്നു. പക്ഷെ ആവശ്യമായ ആ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ഗൺമാൻ അടക്കമുള്ളവർ അവിടെ പറയുകയും ചെയ്തു, ഇത് അത്ര സേഫല്ല, നിങ്ങൾ സുരക്ഷിതത്വം കുറച്ച് കാർക്കശ്യമാക്കണം എന്നുള്ളത് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലാക്കി. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത് അങ്ങനെ ആകണമായിരുന്നു, അങ്ങനെ ആവേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ മനസ്സിലാക്കിയത് സേഫ് അല്ല എന്ന്. എന്തൊരു ഗതികേടാണ്. ഒരു മന്ത്രിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പറയിച്ച്. ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ അപകടമുണ്ടാകും. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇടമാണ്. സ്റ്റാമ്പേഡ് പോലും ഉണ്ടായേക്കാം. നമ്മൾ എത്രയോ കുസാറ്റിലൊക്കെ കണ്ടതാണ്, നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ വരുമ്പോൾ മന്ത്രിക്ക് അങ്ങ് തോന്നി ആദ്യമേ. പക്ഷേ ആ തോന്നൽ അവിടെ മനസ്സിൽ വെച്ചേക്കാൻ പാടില്ലായിരുന്നു, അല്ലെ അങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്തല്ലായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നെ രണ്ടാമത് ഈ GCDയുടെ കാര്യം അവർക്ക് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പിഴവുണ്ടായിരുന്നെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ഇടപെട്ട് നിർത്തിവെക്കണം. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് കൊഴിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. ഒരു MLA അവിടെ പടുകുടിയിൽ വീണ് കിടന്നാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലും വേണ്ടിയില്ല. ഈ പരിപാടി പൂർണ്ണമാകണമെന്നൊരു ചേതോവികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പല സംശയങ്ങൾക്ക് ഇട നൽകുന്നില്ലേ ശ്രീ ഷിയാസ്? അല്ല, മന്ത്രി തന്നെ പറഞ്ഞു അത് അവിടെ അപകടം ഉണ്ടാകുമെന്ന് മന്ത്രിക്ക് അറിയാമായിരുന്നു. മന്ത്രിയുടെ ഗൺമാൻ പറഞ്ഞു, മന്ത്രിക്ക് തന്നെ തോന്നി. പക്ഷേ അപകടമുണ്ടായി. മന്ത്രി എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രിക്ക് തന്നെ, നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ, നമുക്കറിയാമല്ലോ ഒരു സ്റ്റേജ് ഇട്ട് എങ്ങനെ അപകടം ഉണ്ടാകുമെന്ന്. നമ്മൾ ആ കസേര മാറ്റിയിടാം, അല്ലെങ്കിൽ കുറെ കൂടി നീക്കിയിടണം എന്ന് നമുക്ക് തന്നെ പറയാം. ഇത് ആരും ചെയ്തില്ല. മന്ത്രി പറഞ്ഞില്ല, GCDA ചെയർമാൻ പറഞ്ഞില്ല, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചത് അപകടമുണ്ടായി. അവിടെ നിന്ന് ഉമാ തോമസിനെ കൊണ്ടുപോകുന്നത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു അപകടമുണ്ടായ ഒരാൾ വീണാൽ ആ 2 റിബും പൊട്ടി അത് ലങ്സിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ആ വാരി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ട്രക്ചർ പോലും ഇല്ല. അവിടെ 12,000 പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ എന്ത് അപകടം ഉണ്ടാകാം? അവിടെ 2 or 3 ആംബുലൻസോ ഒരു സ്ട്രക്ചറോ അതൊന്നുമില്ലാതെ, ഒരു തരത്തിലൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ ഈ GCDയുടെ കീഴിൽ ഇതുപോലെ GCDA ചെയർമാന്റെ സാന്നിധ്യത്തിലേക്ക് ഈ പരിപാടി നടന്നെന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? ഒരു പരിപാടിക്ക് വന്നാൽ ആളുകൾക്ക് എന്ത് സുരക്ഷിതത്വമുള്ള? ജനപ്രതിനിധികൾക്കും ഈ വരുന്ന VIPസിനും എന്ത് സുരക്ഷിതത്വമുള്ളത്? ഒന്നുമില്ല. അപ്പം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഞങ്ങൾ കൊടുത്തു, എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണമായിരുന്നു എന്ന് പറയലല്ല. ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് PWDയുടെ? അവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരാണ്, എഞ്ചിനീയർമാരുള്ളത്? ഈ സ്റ്റേഡിയം തന്നെ അപകടത്തിലാണെന്ന് നിരവധി റിപ്പോർട്ടുകളുണ്ട്. എല്ലാം അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ളതുണ്ട്. ഇവരെ വച്ചുകൊണ്ട് ചന്ദ്രൻ പിള്ളയെ പോലെയുള്ള ഒരു CPMന്റെ ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കഴിവുകേടല്ലേ? രാജിവെച്ച് പുറത്തു പോകണ്ടേ ഇവരെയൊക്കെ?
രാജിവെച്ച് പുറത്തു പോകണ്ടേ? ഇവരുടെ സാന്നിധ്യത്തിൽ ഒരു MLA എത്ര പേരാ, 8-10 പേര് കൂടി കയ്യെ കാലെ പിടിച്ചിട്ട് വലിച്ചെടുത്തിട്ട് പോകുകയാണ്. അപ്പോൾ ആ വലിച്ചെടുത്തിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഈ പറയുന്ന നമ്മുടെ റിബും അതുപോലെയുള്ള ഈ ഒടിവുകൾക്കെല്ലാം അതിഗുരുതരമായിട്ടുള്ള കാരണമാകുന്നതെന്ന് എത്രയോ തവണ പോലീസും അതുപോലെ അധികാരികളും റെസ്ക്യൂ ടീമും എല്ലാം ഇതിന്റെ ഈ സ്റ്റേഡിയത്തിന്റെ ഈ ശോച്യാവസ്ഥ സംബന്ധിച്ച്, സുരക്ഷയിലുള്ള ആശങ്കകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ട്. കായികേതര കാര്യങ്ങൾക്ക് ഇത് നൽകരുത് എന്ന നിശിതമായ ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ പിന്നീട് അവിടെ തിരുത്തലുണ്ടായത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വെച്ചുകൊണ്ട്, അവിടുത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പിന്നീട് ചില പ്രാഞ്ചിയേട്ടന്മാര് കാശുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തും നാട്ടിൽ നടക്കും. കാരണം ഇത്തരത്തിലുള്ള ഈവന്റ് മാനേജ്മെന്റുകൾ പലയിടത്തും നടക്കുന്നു. ഇതാരാണ് അവസാനം എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെയും കാണാനില്ല. ഈ നടത്തുന്ന അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ സംഘാടകർക്കോ ഒരു ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ ഈ സംഭവം എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ബിനിൽ കാണേണ്ടത്? ഈ പറഞ്ഞ നേരത്തെയുള്ള ഈ അപകട സൂചനകളടക്കം മുൻപിൽ ഉണ്ടായിരുന്നില്ലേ ബിനിൽ? സൂചനകൾ അടക്കം മുന്നിലുണ്ടായിരുന്നു. ആ സ്റ്റേജിലേക്ക് കയറിയ ഒരാൾ നമ്മളോട് ഈ അപകടത്തിന് ശേഷം പറയുന്നു, ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ അതിൽ ഒരു കുലുക്കം ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ആ സ്റ്റേജിലൂടെ ആരെങ്കിലും ഒക്കെ നടക്കുമ്പോൾ തന്നെ ആ കസേരയിൽ ഇരിക്കുന്നവർക്ക് ആ കുലുക്കം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത്രമാത്രം ദുർബലമായിരുന്നു ആ സ്റ്റേജിന്റെ നിർമ്മാണം. അവിടെ ഈ കൈവരികൾ ഇല്ല എന്നതിനപ്പുറത്ത് ഇതിന്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തുണി വലിച്ചു കെട്ടിയിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിന് പുറകിലേക്ക് വീണാൽ പോലും അപകടം സംഭവിക്കാം. ആ രീതിയിൽ ഈ തട്ടടിച്ചതിന്റെ 4 വശങ്ങളിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അവർ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. ആ സുരക്ഷാ ക്രമീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയില്ല എങ്കിൽ ആ സ്റ്റേജിൽ പരിപാടി നടത്താൻ അനുവദിക്കാതിരിക്കേണ്ടത് GCDയുടെ ചുമതലയാണ്. കാരണം അവരുടെ പ്രോപ്പർട്ടിയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ ഈ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം. അതോടൊപ്പം തന്നെ അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ നോക്കേണ്ടത് GCDയാണ്. അവർക്കും കൈകഴുകി പോകാൻ കഴിയില്ല. കാരണം ഈ സംഘാടകർ ചെയ്തില്ല എങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു. ചന്ദ്രൻപിള്ളയെ നമ്മളിപ്പോൾ ഒരു ഏകപക്ഷീയമായ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു എന്നുള്ളത് CPM-ന്റെ പ്രതിനിധികളെ വിളിച്ചു. ചന്ദ്രൻപിള്ളയെ തന്നെ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, ഞങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കുന്നുണ്ട്, അത് ബ്രീഫ് ഒരു പ്രസ് നോട്ടായി ഇറക്കുമെന്ന്. അപ്പോൾ ഉത്തരം മുട്ടുന്നുണ്ടോ GCDക്ക്? ഒരു ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുമ്പോൾ അവർ ചർച്ചയ്ക്ക് അവരെ ഏറ്റുവാങ്ങാനേ തയ്യാറല്ല. അവർ പോലും അപലപിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അപ്പോൾ ഇതാരാണ്? ഇതിന്റെ ഒരു പ്രത്യേക ഒരു താല്പര്യം ആരെങ്കിലും കാട്ടിയിട്ടുണ്ടോ ഇവിടെ? പ്രതീക്ഷ, ഇതിന്റെ എല്ലാ വസ്തുതകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സംഘാടകരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് GCDയെ മാത്രമാണ്. GCDയും സംഘാടകരും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘാടകർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവരുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന GCDക്ക് മാത്രമാണ്. കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അവർ കൈമലർത്തുകയാണ്. കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല എന്ന നിലപാടിൽ അവർ നിൽക്കുന്നു. കോർപ്പറേഷൻ മേയർ ഈ പരിപാടിയിലെ പങ്കെടുത്തിട്ടില്ല. അനിൽകുമാറിനെ ഈ പരിപാടിക്ക് വേണ്ടി സംഘാടകർ ക്ഷണിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പരിപാടിക്ക് വരില്ല എന്ന് അവരെ അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു തരത്തിലും ഇതിൽ ഇടപെട്ടിട്ടില്ല. GCDയെ മാത്രമാണ് ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘാടകരുടെ വീഴ്ച, GCDയെ ആ വീഴ്ച പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കാതിരുന്നത്, ഇതെല്ലാമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ GCDA ചെയർമാൻ ഇപ്പോൾ നേരിട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല. ഒരു പ്രസ് നോട്ടിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് പോലീസിന്റെ ഭാഗത്തും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസിനും ഇത് കൃത്യമായി പ്രശ്നം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകാൻ പോലീസിനും കഴിയാതെ പോയി. എന്തായാലും അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഷിയാസ്, ഇക്കാര്യത്തിൽ ഒരു MLA ഒരു മനുഷ്യജീവൻ പിടഞ്ഞു കിടക്കുകയാണ്. എന്താണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ഓൺ ദി സ്പോട്ടിൽ ചെയ്തില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിച്ചിട്ട് അവിടെ ഇടപെടേണ്ട ആളുകളൊക്കെ തന്നെയും കാഴ്ചക്കാരായി. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്കറിയാമല്ലോ, റോഡിലേക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ എടുക്കുന്ന നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, നിയമപരമായ വകുപ്പുകളുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായ ഒരു ഉന്നതതല അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമുള്ളതല്ലേ ഷിയാസ്? തീർച്ചയായിട്ടും ഇത് ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച GCDയുടെ പോലീസിന്റെ
അതുപോലെ തന്നെ ഈ സംഘാടകരുടെ എല്ലാം വീഴ്ച, അത് കൃത്യമായ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ആ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇനി മേലാൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയും ചെയ്യണം. എറണാകുളം പോലുള്ള സ്ഥലമാണ്, എത്രയോ പരിപാടികൾ എത്രയോ ദിവസങ്ങളിലായി ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക, ഓരോ സമയത്തും ഓരോ സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ഇത്തരത്തിൽ ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം പങ്കെടുക്കുന്ന എത്രയോ പരിപാടികൾ. അപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തിയിട്ട് അതിൽ നിന്ന് കൈകഴുകി പോകാൻ ഈ പറയുന്ന ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ കഴിയും. അത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി, മാനദണ്ഡങ്ങൾ ഈ ഓരോ ആളുകൾ പരിപാടി നടത്തുമ്പോഴും, ഇപ്പോൾ കളമശ്ശേരിയിൽ ഒരു പരിപാടി നടത്തിയതിന് ശേഷം വന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിരുന്നതെങ്കിൽ ഈ അപകടം വരില്ലായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാനും അത് ചെയ്യാനും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അധികാരികളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് വീഴ്ച വരുന്നത്. ആ വീഴ്ച വരുത്തുന്നവർക്കെതിരായി നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ വീഴ്ച പറ്റിയെന്ന് പറയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും GCDAക്കും പോലീസിനും ഉണ്ടാകണമായിരുന്നു. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഇപ്പോൾ കണ്ടില്ലേ, ഇത് നടത്തിയവർ എല്ലാവരും ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എത്ര ലാഘവ ബുദ്ധിയാണ് ഒരു MLA. ആ പരിപാടി MLA താഴെ വീണു, ഇത്ര ഗുരുതരമായ അപകടം പറ്റി, വീണ്ടും ആ പരിപാടി തുടർന്നു. അവിടെ മന്ത്രിമാരും തുടർന്നു, അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും തുടർന്നു, എല്ലാവരും തുടർന്നു. ആ പരിപാടി വിജയിപ്പിച്ചു, ഗിന്നസ് റെക്കോർഡിലെത്തി. അവിടെ പങ്കെടുക്കാൻ വന്ന MLAയുടെ അവസ്ഥ എന്താ? ആരാ തിരിഞ്ഞു നോക്കിയത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരാ പറയുക? ഈ ജനങ്ങളോട് ആരാ ഉത്തരവാദിത്തം പറയുക? ജനങ്ങൾ തന്നെ നികുതി പണം കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാസം ശമ്പളം കൊടുക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കാനാണ്. ഇത് ശ്രദ്ധിക്കാത്ത ആളുകളെ ഇവരെല്ലാം പിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാണ്. അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ചുക്കാൻ പിടിച്ച ആളുകളൊക്കെ ചെറിയ ആളുകളല്ല. അപ്പോൾ ഒരുപാട് പേര്, സിജോയ് വർഗീസ്, ഈ സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ദിവ്യ ഉണ്ണി നേരത്തെ പറഞ്ഞത് ഇതൊരു തൻ്റെ മനസ്സിലൊരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതിയുമായി അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ചാരിതാർത്ഥ്യമാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ അവിടെ എത്തുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ആ നൃത്തത്തിനായി എത്തുന്ന പുതിയ ഒരു തലം അല്ലെങ്കിൽ ഒരു കരിയറിലെ ഒരു പുതിയൊരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല. അവരെത്തും. നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് ഒരു മനുഷ്യരെയും നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു മൗഢ്യമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സംവിധാനങ്ങളാണ് അവിടെ ഉണരേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു എന്താണ് സംഭവിച്ചത് ഇനി ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും നമുക്കൊരു ഐ ഓപ്പൺ ആയിരിക്കണം. അതുകൊണ്ട് എന്താണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, പ്രതിഭകളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതിന് എറണാകുളം വേദിയാകണം. അത് നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. അത് നടത്തണം. പക്ഷേ സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടണം. അതല്ല ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് ആരാണ്? പോലീസാണ്. ഇവിടെ പോലീസ് അത് ചെയ്തിരുന്നെങ്കിൽ ഇതുണ്ടാകില്ല. ഈ ആ സ്റ്റേജ് PWDയുടെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട GCDയുടെയോ അല്ലെങ്കിൽ അവരുടെ അനുമതികൾ ഈ പറയുന്ന സ്റ്റേജിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആ NOC കിട്ടിയിരുന്നെങ്കിൽ ഈ ആളുകൾ ഇതിന്റെ നാളെ എന്ത് അപകടം പറ്റിയാലും അതിന്റെ കുറ്റാരോപിതർ ഈ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ഇത് ഒന്നും അനുമതി ഇല്ലാതെയാണ് പോലീസും അനുമതി കൊടുത്തത്, GCD അനുമതി കൊടുത്തത്. ഇതെല്ലാം ഇവരുടെ കൺമുന്നിലാണ്, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നതും അവരെല്ലാം പങ്കെടുക്കുന്ന വേദിയിലുമാണ് ഇതെല്ലാം. അപ്പോൾ ഇവരുടെ കൂട്ടായ ഉത്തരവാദിത്തമില്ലായ്മയാണ് അവിടെ പ്രകടമായി കണ്ടത്. പക്ഷേ അതിന്റെ GCDയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്നും. ഒരു കാര്യം കൂടി, കാരണം താങ്കൾ ആശുപത്രിയിൽ നിരന്തരം ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന വ്യക്തിയാണല്ലോ. പ്രേക്ഷകരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തായി അവസ്ഥ, ആരോഗ്യാവസ്ഥ, അതുകൂടി ഒന്ന് പറഞ്ഞാൽ. ഏറ്റവും ഒടുവിലായി താങ്കൾ പോലുള്ള ജനപ്രതിനിധികൾ അവിടെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ഡോക്ടറുടെ ഒരു അപ്ഡേഷൻ ലഭിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന അപ്ഡേഷൻ എന്താണ് ആരോഗ്യം സംബന്ധിച്ച്? ശ്രീ ഷിയാസ്, അതുകൂടി. ഇല്ല, വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ. ഹെഡ് ഇഞ്ചുറി നമുക്കറിയാം. തലച്ചോറിൽ വേറെ രക്തസ്രാവമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അത് ഈ ഒരു അപകടം നടന്നാൽ ഉണ്ടാകുന്ന മണിക്കൂറുകൾക്കകം ഉണ്ടാകാനുള്ള ഉടനെ ഉണ്ടാകാനുള്ള മറ്റുള്ള ഇതൊന്നും തലച്ചോറിനകത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ പോസിറ്റീവ് സൈനാണ്. ലങ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊരു പൂർവ്വസ്ഥിതിയിലെത്താൻ ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വരും. അത് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് ഡോക്ടർമാരെല്ലാവരും. അവരതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു. അപ്പോൾ നാളെയും മറ്റന്നാളുമായി സ്വയം ബോധ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാവുന്ന, ഇപ്പോൾ സെഡേഷനിലാണ് നമുക്കറിയാം, അത് തിരിച്ചു വരാൻ കഴിയാവുന്നതും അതിന് ആ തിരിച്ചു വരുന്നതനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് ശരീരത്തിലുണ്ടാകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാമെന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഗവൺമെന്റിന്റെ തന്നെ ഒരു മെഡിക്കൽ ടീം ഇന്നലെ വന്നു. അവർ ഹോസ്പിറ്റലിലെ ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെന്റിൽ അവർ തൃപ്തരാണ് എന്നുള്ളതാണ് അവരും അറിയിച്ചിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെ അവർ വളരെ കൃത്യമായി പറഞ്ഞു, മറ്റുള്ള ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ്
തലങ്ങളിൽ ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ ജില്ലയിലെ ജനപ്രതിനിധികൾ MP-മാരും MLA-മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ഡോക്ടർമാരെ കൂടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടർമാരെ കൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അതും ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിനും ഹോസ്പിറ്റൽ ഷിയാസ്, നമുക്ക് ഒരുമിച്ച് കേരളത്തിനൊന്നാകെ പ്രാർത്ഥിക്കാം. വളരെ നല്ല ആർജവത്തോടെ ഉശിരോടുകൂടി ഉമാ തോമസ് തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ. ഒപ്പം തന്നെ ഈ സംഭവത്തിലെ വീഴ്ച സംഭവിച്ച അതെന്താണെന്ന് കേരളത്തിന് അറിയണം. ഒപ്പം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടിയും ഉണ്ടാകേണ്ടതാണ്.